ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ കസിൻ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അൺബോക്സിങ് അല്ലേ, അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് വീഡിയോ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കാതിരുന്നപ്പോൾ എൻ്റെ വലിയപ്പ മരിച്ചു പോയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാഴ്ചയായി പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരണം. പ്രാർത്ഥന ഈ വരുന്ന സൺഡേ ആണ്. ഇന്ന് മെയ് 1 അപ്പോൾ ഈ ആഴ്ച സൺഡേ ആണ് പ്രാർത്ഥന, എല്ലാവരും വരണം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്യണം, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞോളാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ ചെയ്യാം. നീ എൻ്റെ വീഡിയോ പിടിച്ചോണേ, ഇങ്ങനെ പിടിച്ചോണേ. വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഞാൻ കത്രിയൊക്കെ എടുത്ത് പിടിച്ചിരിക്കണം, അത്രയ്ക്കൊരു ആവേശമാണ് ഗൈസ് എനിക്ക്. ഞാനങ്ങനെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന ആളല്ല കേട്ടോ. എൻ്റെ കൂടെ ഇപ്പോൾ എനിക്കൊരു കൂട്ടിന് എൻ്റെ കസിൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. നമുക്കിത് എന്തെങ്കിലും വർക്കിന് എടുക്കല്ലേ. അപ്പം ഞാൻ ശരിക്കും ഓർഡർ ചെയ്ത ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടിയതാണ് ഗൈസ്. ഐലൈനർ എന്നെ കാണുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്സ്. നമുക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എത്രണ്ണം ഉണ്ട് ഗൈസ്? 3 എണ്ണം ഉണ്ട് ഗൈസ്. 4 ലിപ്സ്റ്റിക്സാണ് ഉള്ളത്. ലിപ്സ്റ്റിക്കാണ് ഗൈസ് ഉള്ളത്. എത്ര ഷെയ്ഡ്സ്? 4 ഷെയ്ഡ്സ് ഉണ്ട് ഗൈസ്. 4 ഷെയ്ഡ്സ്. ഒന്ന് റെഡ്, ഒന്ന് ലൈറ്റ് പിങ്ക്, ഒന്ന് ഏതോ ഒരു കളർ. ഇത് ഡാർക്ക് പിങ്ക്. ഒരുപാട് പിങ്കും ഇത് ഡാർക്ക് റെഡാണ് ഗൈസ് ഉള്ളത്. നമ്മളിപ്പോൾ ഞങ്ങൾക്ക് എത്രയും സാധനമാണ് കേട്ടിരിക്കുന്നത്. ഇതിന് 101 രൂപയാണ് ഗൈസ്. ഞാൻ ഈ കൺമഷി കണ്ടിട്ടുണ്ട്, ഞാൻ കളിക്കാം ഗൈസ്. ഇത് എങ്ങനെയാണ് മേടിച്ചിട്ടുണ്ട്? അതെ ആണോ ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ ഇങ്ങനെ ചാരി വെക്കാണ്. ഇവിടെ ചായ വെക്കാവൂ? എന്നാൽ നമുക്ക് ഇവിടെ ചാരി വെക്കാം. നീ ഇങ്ങോട്ട് വാ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ലിപ്സ്റ്റിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ അത് ഒടിഞ്ഞു പോയതാ ഗൈസ്. എൻ്റെ കൺമഷി ഒടിഞ്ഞു. എന്തായാലും ഞാൻ ഈ കൺമഷിയാണ് കണ്ടിട്ടുള്ളത്. അല്ല ഗൈസ്, നമ്മൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കോളൂ ഗൈസ്. അപ്പോൾ എനിക്കത് ഗൈസ് ഇവരെല്ലാം നമ്മളെ പറ്റിച്ചു ഗൈസ്. കണ്ടോ കൺമഷി? ഒരു ഗൈസ് അഴുക്കാണ് ഇട്ടത്. ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണ്. യെസ് ഗൈസ്, ലിപ്സ്റ്റിക്ക് നല്ലതാണ്. അവൾക്ക് മടിയാണ് സംസാരിക്കാൻ. ഞാൻ അവളോട് പറഞ്ഞതാണ് നീ എല്ലാവരോടും ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. അയ്യോ, ഇത്രയും പെട്ടെന്ന് ഞാൻ ശരിക്കും പറഞ്ഞതെന്ന് വെച്ചാൽ മെയ് 3 അന്നത്തെ കിടന്നത്. പക്ഷെ അതിന് മുമ്പ് നേരത്തെ നിന്ന് മെയ് 1 ഇതാണ് ഗൈസ്. അതെ, 4 ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ അന്നത്തെ വെറും 3 ഷെയ്ഡ്സ് ആണ് ഗൈസ്. 3 അല്ല 4 എണ്ണം. യെസ്. ഇത് റെഡ്. യെസ് ഗൈസ്, കളർ പറഞ്ഞു. ഇത് കുറച്ച് തുറക്കാൻ ഇത് ഇല്ലേ അവര് പറ്റിച്ചതാ ഗൈസ്. അങ്ങനെ ഇത് കാര്യങ്ങളാണ് ഗൈസ്. ഇതെന്തോ അവര് ടേപ്പ് അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? ഇളക്കിയിട്ട് ഇങ്ങനെ തുറക്കണം. ഇത് പാടില്ല ഗൈസ്. നമ്മളിത് പൊട്ടിക്കാണ് കേട്ടോ. ഇവളങ്ങനെ വർത്താനം പറയാറുള്ളതാണ് വീഡിയോസിൽ. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾ തന്നെ കയറി വിൽക്കാൻ പറയുന്നത്.
കൈ പോയി അതളക്കാൻ പറ്റുന്നില്ലെന്ന്. സത്യം പറഞ്ഞ ഇത് കുറച്ച് പാടാണ്. അവിടെ ഇല്ലേ സ്റ്റിക്കർ ഒട്ടിച്ച് തന്നതാണ്. അപ്പോൾ അയ്യോ അങ്ങനെ ലാസ്റ്റ് എൻ്റെ ആഗ്രഹം സാധിച്ചു. എനിക്കിനി ഒന്നും ഓർഡർ ചെയ്യില്ല. എനിക്ക് ഈ സാധനം ഞാൻ ഇനി എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓർഡറാണ്. ഞാൻ എനിക്ക് ഇത്രയും മേക്കപ്പൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യണം കൊള്ളത്തില്ല. ഞാനൊരു പ്രാവശ്യം ഒരു ഉടുപ്പ് ഓർഡർ ചെയ്തു, അത് ഒട്ടും കൊള്ളില്ല. പിന്നെ ആ ഉടുപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ മീഷോയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ല. ഗൈസ് ഇത് ഐലൈനറാണ്. ഇതിനു മുമ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഈ ഐലൈനർ. വാട്ടർ പ്രൂഫാന്ന് തോന്നുന്നു, അറിയത്തില്ല. ലിപ്സ്റ്റിക്ക് നമുക്ക് ഗൈസ് അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എത്രയാണ് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഒരു കളേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പകുതി ആയിരുന്നു വീഡിയോ കട്ട് ചെയ്യണം. ഗൈസ് അപ്പോൾ ഞാൻ ഷെയ്ഡ്സ് കാണിച്ചു തരാം. അയ്യോ ഷെയ്ഡ്സ് കാണിച്ചു തരാം. ഇത്ര തരം കാണാമോ? അടി നീ എന്ന് വിളിച്ചാൽ നമ്മുടെ പേര് ആമി എന്നാണ്. അയ്യോ ഗൈസ് കാണാൻ പറ്റുന്നില്ല. ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ്? നിങ്ങൾ കാണുമല്ലോ എൻ്റെ ലിപ്സ്റ്റിക്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ ഇരിക്കുന്ന ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഗൈസ് ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു കാര്യം പറയുന്നു. എൻ്റെ അച്ഛന് ഒരു രാത്രി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ വല്യമ്മ ഉറങ്ങി. ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത്. അമ്മ ഉറങ്ങും, നീ പെട്ടെന്ന് പ്രാർത്ഥിക്കുക. എനിക്കാണ് ദേഷ്യം കയറി. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അച്ഛന് വയ്യാത്തൊക്കെ കേട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ അനിയത്തിയിൽ കയറി പറഞ്ഞാണ് പറഞ്ഞു പോകുന്നത്. ഗൈസ് അങ്ങനെ ആണ് ഗൈസ്. അപ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിറ്റ മമ്മിയെ വിളിച്ച് പറയാം. ഞാൻ വിചാരിച്ച് എൻ്റെ കുറ്റമല്ല എൻ്റെ കാര്യം പറയായിരിക്കും, കുറ്റമല്ല എൻ്റെ കാര്യം പറയായിരിക്കും. ഞാൻ അച്ഛൻ്റെ കണ്ടീഷൻ അച്ഛൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് ചേട്ടനോടൊന്ന് വരാൻ പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായിരുന്നു ഗൈസ്? അപ്പോൾ ഞാൻ ഓടി എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ അച്ഛന് ഈ അമ്മയാണെ കരയുന്നു. പിന്നെ താഴത്തെ ഒരു അമ്മച്ചി വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടി. പിന്നെ അച്ഛന് തീരെ വയ്യണ്ടേ. പിന്നെ നമ്മൾ ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്കിനും ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ആ ഡോക്ടർ വന്ന് പോയപ്പോഴത്തേക്കിനും ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് അച്ഛൻ്റെ കൈ ഇങ്ങനെ മരിക്കുന്നവർ കെട്ടുന്നില്ലേ, അങ്ങനെ കാലും ഇങ്ങനെ മരിക്കുന്നവർ കെട്ടി. പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങ് കെട്ടി. ഞാൻ നോക്കി ഇവരിത് പൊട്ടന്മാർ, ഇവർ മരിക്കുന്നവർക്ക് കെട്ടുമോ നോക്കിയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ അവർ കെട്ടിയവർ കുറ്റം പറഞ്ഞാണ്. സത്യമായി എൻ്റെ മനസ്സിൽ അവരെ കുറ്റം പറയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ ചിറ്റോട് ചോദിച്ചിട്ട് അച്ഛൻ്റെ കൈയും കാലും ഇവരിങ്ങനെ കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ കൈയും കാലും എന്നെ അനങ്ങാനാന്ന് പറഞ്ഞു. പിന്നെ ആശുപത്രി കൊണ്ടുപോയി, ബിലിബൈസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നു. ആ ആശുപത്രി എൻ്റെ പരിചയമില്ലാത്ത. പിന്നെ അവിടെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇതെന്താ മരിക്കുന്ന ആൾക്കാരെല്ലാണോ? പിന്നെ ഞാൻ ഈ വീട്ടിൽ വെച്ച് ഓർക്കായിരുന്നു, ഒരു മരണ വീട് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആൾക്കാരാണല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ ആശുപത്രി അങ്ങനെ പോയി, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് ചെന്നപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എന്താ അച്ഛൻ്റെ കൈ ഇവിടെ കൊണ്ടുവന്നേന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു എന്താ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് മമ്മിയോട് ചോദിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ എനിക്ക് ഒറ്റ സെക്കൻഡ് പോലും വേണ്ട, അതിന് മുമ്പ് ഞാൻ കരഞ്ഞ് എനിക്ക് സത്യം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. മരിച്ചെന്ന് പറഞ്ഞു. പിന്നെ സൈലൻ്റായി.
പിന്നെ ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചില്ലേനും പിന്നെ ഞാൻ കഴിച്ചു. പിന്നെ കഴിച്ചിട്ടാണെങ്കിൽ എന്താണ് ഗൈസ് കഴിച്ചിട്ട് പിന്നെ കിടന്നു. പിന്നെ രാവിലെ ആയപ്പോൾ പിറ്റേ ദിവസം തന്നെ ശവോടൊക്കെ ആയിരുന്നു. അപ്പോൾ പാസ്റ്റർ വരാത്തതുകൊണ്ട് താഴത്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു. എൻ്റെ വല്യമ്മ ബെന്തക്കോസാണ്, ഞാൻ അമ്പലമാണ് കേട്ടോ. എൻ്റെ അമ്മ അമ്പലമാണ്. അപ്പം അച്ഛനും ഒരു ഹിന്ദു സ്ഥാനത്തിലാണ് നിൽക്കുന്നത്, ഹിന്ദു അല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അമ്മയുടെ രീതിയിലാണ് ചെയ്തത്. ഓക്കെ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ശബോറൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ അച്ഛനെ കൊണ്ടുപോകാറായപ്പോൾ ഞാൻ കരഞ്ഞു. പിന്നെ നമ്മളന്ന് ആംബുലൻസിൽ അച്ഛനെ കൊണ്ടുപോകാൻ വരാൻ നേരത്തെ അച്ഛനെ ആശുപത്രിയും കൊണ്ടുവന്നപ്പോഴും ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലായിരുന്നു ഗൈസ്. അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ അച്ഛനെ എടുക്കാൻ പോയപ്പോൾ ഞാൻ എല്ലാവരും കരയുമ്പോൾ എനിക്ക് കരയാൻ വന്നു. ഞാൻ കരിഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ കരയാത്ത അച്ഛനാണ്, എന്ത് വന്നാലും കരയാത്ത അച്ഛൻ കരഞ്ഞു. അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായി അച്ഛൻ മരിച്ചിട്ട്. ഇനി പ്രാർത്ഥനയുണ്ട് ഗൈസ്. ഇന്ന് മെയ് 1 ഈ സൺഡേയിലാണ് ഗൈസ്. അങ്ങനെ ഇരുന്നു. പിന്നെ ഗൈസ് പിന്നെ എന്തെങ്കിലും പ്രാർത്ഥനയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വരണം ഗൈസ്, എല്ലാവരും വരണം ഗൈസ്. പ്ലീസ് ഗൈസ് വരണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, വരാത്തവർ പ്രാർത്ഥിക്കണം എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തോ കാര്യം ചെയ്ത് എന്താ ഇമോജീസൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഗൈസ്. അപ്പോഴത്തേക്കിന് എന്നെ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇത്രയും കാര്യമൊന്നും പോരാ. എല്ലാവർക്കും പ്ലേ ബട്ടണൊക്കെ കിട്ടി തുടങ്ങി. എനിക്കും പ്ലേ ബട്ടണൊക്കെ കിട്ടണം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസും കാണണം. ഇനി ഞാൻ നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇനിയും ഞാൻ പെട്ടെന്ന് വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.